റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും അതിനെ തുടർന്ന് ചില കാര്യങ്ങൾ പഠിക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. പഠനത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗമാണ് ഈ നാം വായിച്ച് കേട്ടത്. റോമാലേഖനത്തിലെ 8-ാം അധ്യായം നാം ചിന്തിക്കുമ്പോൾ ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ, ദൈവാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവർ എന്നുള്ള വിഷയമാണ്. ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയെ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് മാറ്റമുള്ളവനായിട്ട് അവനെ രൂപാന്തരപ്പെടുത്തും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ജനവിഭാഗങ്ങളെ 2 പ്രധാനപ്പെട്ട കൂട്ടമായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിൻ്റെ ക്രൈറ്റീരിയ, അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവനും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാത്തവൻ. ആ ഒരു ഗ്രൂപ്പിംഗാണ്, ക്ലാസിഫിക്കേഷനാണ് ഇവിടെ നടക്കുന്നത്. 9-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ ദൈവത്തിനുള്ളവൻ അല്ലെങ്കിൽ ക്രിസ്തുവിനുള്ളവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്നുള്ള ആ പ്രത്യേക ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ജനസമൂഹത്തെ 2 പ്രധാനപ്പെട്ട കൂട്ടരായിട്ട് തിരിച്ചിരിക്കുന്നത്. ആ 2 കൂട്ടർ എന്ന് പറയുന്നത് ഒന്ന് ജഡസ്വഭാവമുള്ളവർ, മറ്റൊന്ന് ആത്മസ്വഭാവമുള്ളവർ. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും ആദാമിലാണ് ജനിക്കുന്നത്. അവരുടെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ജഡത്തിനുള്ളത് ചിന്തിക്കുക എന്നുള്ളതാണ്. ജഡത്തിനും മനോവികാരത്തിനും ഇഷ്ടമായുള്ളത് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട അവരുടെ നേച്ചർ എന്ന് പറയുന്നത്. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അവനിൽ ഒരു വലിയ രൂപാന്തരം സംഭവിക്കുന്നു. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തതുപോലെ അവന് വലിയൊരു ക്രിയ നടക്കുകയാണ്. അവൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്, അവൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്, അവൻ്റെ ചിന്ത എന്ന് പറയുന്നത് ജഡത്തിൽ കേന്ദ്രീകരിക്കുന്ന ആ നില വിട്ടിട്ട് ക്രിസ്തുവിൽ ആയിത്തീരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ആത്മസ്വഭാവമുള്ളവൻ എന്നുള്ള നിലയിലേക്ക് മാറ്റപ്പെടും. നാം 9-ാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവനെ ആത്മസ്വഭാവമുള്ളവനാക്കി മാറ്റുന്നത്, ജഡസ്വഭാവത്തിൽ നിന്ന് അവനെ വേറിട്ട് നിർത്തുന്നത് അവനിൽ വസിക്കുന്ന ആത്മാവിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവ്, ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവെന്നും ക്രിസ്തുവിൻ്റെ ആത്മാവെന്നും പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വരുത്തുന്ന ഒരു വലിയ രൂപാന്തരമാണ്. അവനെ ജഡകേന്ദ്രീകൃത ജീവിതത്തിൽ നിന്നും ആത്മകേന്ദ്രീകൃത ജീവിതത്തിലേക്ക് അവനെ മാറ്റുന്നു. അങ്ങനെ 2 കൂട്ടരെ നമുക്കിവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ 7-8 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ജഡസ്വഭാവമുള്ളവരെ അല്ലെങ്കിൽ അവരുടെ രീതി എങ്ങനെയാണ്, അവരുടെ മനോഭാവം എങ്ങനെയാണ് എന്ന് നാം കാണുന്നുണ്ട്. അതായത് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ മനോഭാവം എന്ന് പറയുന്നത് 7-ാമത്തെ വാക്യത്തിൽ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു,
അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. അപ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ചിന്തയും പ്രവർത്തികളുമൊക്കെ ദൈവത്തോട് ശത്രുത്വമുള്ളതാണ്. പലപ്പോഴും ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ ശത്രുവൊന്നുമല്ല, ഞാൻ ന്യൂട്രലായിട്ട് ചിന്തിക്കുന്നവനാണ്. അങ്ങനൊരു ന്യൂട്രൽ സ്റ്റാൻഡില്ല. ഒന്നുകിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ അല്ലെങ്കിൽ ക്രിസ്തുവിനില്ലാത്തവൻ. ഇനി ക്രിസ്തുവിനില്ലാത്ത രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നുവെന്നോ അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് നിൽക്കുന്നുവെന്ന് പറയാൻ സാധ്യമല്ല. അവർ ദൈവത്തോട് ശത്രുത്വമുള്ളവരാണ്. ഈ ശത്രുത്വം എന്ന് പറയുന്നത് റിബല്യസ്നെസ്സാണ്, ദൈവത്തോടുള്ള മത്സര സ്വഭാവമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിനോ ദൈവത്തിൻ്റെ സുവിശേഷത്തിനോ ദൈവത്തിൻ്റെ ഹിതത്തിനോ ഒന്നും കീഴ്പ്പെടാതെ മത്സരിച്ച് മറുതലിക്കുന്ന ഒരു മനോഭാവമാണ് അവർക്കുള്ളത്. അവർ ക്രിസ്തുവിങ്കിലേക്ക് വരാത്തിടത്തോളം, അവർ ദൈവത്തിന് കീഴ്പ്പെടാത്തിടത്തോളം അവർ ദൈവത്തിൻ്റെ ശത്രുവായിട്ട് തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തതുപോലെ 2-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എൻ്റെ യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും നേരെ അവർ സംസാരിക്കുന്ന വിഷയങ്ങളെ നാം അവിടെ കാണുന്നുണ്ട്. അവിടെ വായിക്കുന്നതിന് പ്രകാരം അവർ ദൈവത്തോട് മത്സരിക്കുകയാണ്. അവർ സമൂഹമെന്നുള്ള വ്യക്തിപരമായിട്ട് മാത്രമല്ല, കൂട്ടമായിട്ട് ദൈവത്തോട് മത്സരത്തിൽ അവരാണ്. അവർ ദൈവത്തോടുള്ള ശത്രുത്വത്തിൽ തുടരുന്നവരാണ്. അങ്ങനെയുള്ളവരെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നു. 2-ാം സങ്കീർത്തനം, യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നതും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. അപ്പോൾ ദൈവത്തോട് മത്സര അല്ലെങ്കിൽ ശത്രുത്വ മനോഭാവത്തിൽ അവർ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ദൈവീക ബന്ധനങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമോ ബൈൻഡിങ്സോ അത് അവർക്ക് ആവശ്യമില്ലാതെ വണ്ണം ദൈവത്തിൽ നിന്ന് സ്വതന്ത്രരാകുവാൻ അവർ ആഗ്രഹിക്കുകയാണ്. എന്നാൽ വളരെ രസകരമായിട്ടുള്ളൊരു വസ്തുത 4-ാമത്തെ വാക്യത്തിൽ, ഈ ജനമൊക്കെ ദൈവത്തിനെതിരെ മത്സരിക്കുമ്പോൾ, യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായിട്ട് നിലകൊള്ളുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. അപ്പോൾ പലപ്പോഴും മനുഷ്യർ ദൈവത്തിനെതിരെയുള്ള ആക്രോശങ്ങളും മത്സര സ്വഭാവവും ആർഗ്യുമെൻസും ഒക്കെ ഉന്നയിച്ചിട്ട് ദൈവത്തെ പരാജയപ്പെടുത്തി എന്നുള്ള ഒരു നിലയിൽ അവർ വിജയം ആഘോഷിക്കാറുണ്ട്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതത്രയും നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവർ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മത്സരിച്ചതുകൊണ്ടോ ഇവർ കൂട്ടം കൂടിയതുകൊണ്ടോ ദൈവിക പദ്ധതികളെയോ ദൈവിക രൂപരേഖകളെയോ തകിടം മറിക്കുവാൻ ആകില്ല. അവർ അങ്ങനെ പരിചയിച്ച് നോക്കുകയാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, അവർ ശത്രുത്വത്തിലാണ്, ദൈവത്തോടുള്ള മത്സരത്തിലാണ്. 2-ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, അല്ലെങ്കിൽ ദൈവവചനത്തിന് അവർ കീഴ്പ്പെടുന്നില്ല. ദൈവത്തിൻ്റെ വചനം അത് ദൈവാത്മാവിനാൽ നൽകപ്പെട്ടതാണെന്നും അതനുസരിക്കേണ്ടതാണെന്നും അത് സത്യമാണെന്നും അത് ദൈവദത്തമാണെന്നും അവർ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, അവർ അതിന് കീഴ്പ്പെടുവാനായിട്ട് അവർ മനസ്സ് കാണിക്കുന്നില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് അവർ കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. കീഴ്പ്പെടുവാനായിട്ട് അവർക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ ദൈവിക ആലോചനയെ അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് കഴിവില്ല. അവർ ആ നിലയിൽ വീഴ്ച സംഭവിച്ചവരാണ്. 4-ാമത്തെ കാര്യം, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് അവർക്കാകില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ് എന്നവിടെ ചോദിക്കുന്നുണ്ട്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് യേശു കർത്താവിനോട് അവർ ചോദിക്കുകയാണ്. അവർക്ക് മറുപടി പറയുന്നത്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പുത്രനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെ പുത്രനിൽ വിശ്വസിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവർ രക്ഷിക്കപ്പെടാത്തവരാണ്, അവർ വീണ്ടും ജനിക്കാത്തവരാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിവില്ല. എന്നാൽ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ മറ്റൊരു 2-ാമത്തെ കൂട്ടത്തെ പരിചയപ്പെടുത്തുകയാണ്. അവരുടെ മനോഭാവം എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ.
ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഈ ഒരു വാക്യം വളരെ നാം കുറിക്കൊള്ളേണ്ടുന്ന ഒരു വാക്യമാണ്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നു എന്ന് വരികിൽ അവൻ വീണ്ടും ജനിക്കപ്പെട്ടവനാണ്. മാത്രമല്ല അവൻ ആത്മസ്വഭാവമുള്ളവനാണ്. ഇത്രയും കാലം അവൻ ജീവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കപ്പെടുമ്പോൾ അവൻ മറ്റൊരു രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ്. അവൻ ആത്മാവിനെ അനുസരിക്കുവാനും ആത്മാവിനെ കീഴ്പ്പെടുവാനും ആത്മാവിനാൽ നടത്തപ്പെടുവാനും പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു സ്വഭാവ രീതിയിലേക്ക് അവനെ മാറ്റിയിരിക്കുകയാണ്. മുമ്പുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരനുഭവമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതേ അനുഭവം തന്നെയാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചിരുന്നു. മുമ്പേ നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാലഗതിയെ അനുസരിച്ച് നടന്നവരായിരുന്നു. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ ജീവിച്ചവരായിരുന്നു. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ചു നടന്നിരുന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ മക്കളായിരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, അവർ രക്ഷിക്കപ്പെടുമ്പോൾ അവർ ഉയിർപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പുനർജീവിപ്പിക്കപ്പെട്ട അവരുടെ ആത്മാവ് ദൈവോന്മുഖമായിട്ട് ജീവൻ പ്രാപിച്ച അവസ്ഥയിലേക്ക് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. ഇതൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. ഈ ചേഞ്ച് ഒരു നിമിഷത്തിനുള്ളിൽ രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ ഏത് വ്യക്തിയിലും സംഭവിക്കുന്ന ഒരു രൂപാന്തരമാണ്. മാത്രമല്ല ഇതിന് കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവനിൽ നടക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും ജനനം എന്ന് പറയുന്നത് കേവലം കൈപൊക്കുന്നതോ ഏറ്റുപറയുന്നതോ അല്ല. അതൊരു ജനനമാണ്. അതൊരു ആത്മീക ജനനമാണ്. അത് ദൈവ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു പ്രക്രിയയാണ്. തീത്തോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ അതിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ മേൽ ധാരാളമായിട്ട് പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടുമാണ് നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ പ്രവൃത്തിയാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള നിമിഷം വരെ ദൈവത്തിന് ശത്രുവായിരുന്ന അല്ലെങ്കിൽ ദൈവാത്മാവിന് കീഴ്പ്പെടാത്ത ജഡത്തെ ഓറിയൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഓറിയൻറ്റേഷനിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനൊരു വലിയ പ്രവൃത്തി നടക്കുകയാണ്. ദൈവോന്മുഖമായിട്ട് മരണ അവസ്ഥയിലായിരുന്ന ആ വ്യക്തിയുടെ ആത്മാവ് ദൈവോന്മുഖമായിട്ട് ജീവിപ്പിക്കപ്പെടുകയാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയിലായിരുന്ന മൃതാവസ്ഥയിലായിരുന്ന ആ മനുഷ്യൻ ജീവൻ പ്രാപിച്ചവനായിട്ട് തീരുകയാണ്. ഈ ജീവൻ നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഒരു വ്യക്തിയെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്നതും വീണ്ടും ജനനത്തിൻ്റെ അല്ലെങ്കിൽ ആ പുനർജനനം എന്ന് പറയുന്ന ആ പ്രക്രിയയിലേക്ക് കൊണ്ടുവരുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ്. നിശ്ചയമായിട്ടും ദൈവവചനത്തിന് അതിന് സ്വാധീനമുണ്ട്. കാരണം നിങ്ങളെ വീണ്ടും ജനിച്ചിരിക്കുന്നത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്നതായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു വലിയ ട്രാൻസ്ഫോർമേഷനാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. മാത്രമല്ല ആ വീണ്ടും ജനനത്തിൻ്റെ ആ മാത്രയിൽ തന്നെ അവനിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവാത്മാവിൻ്റെ അധിവാസം അവനിൽ ലഭ്യമാവും. നാം ഈ ഭാഗങ്ങളെ റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 9-ാമത്തെ വാക്യത്തെ ചിന്തിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, അവന് ഒരു 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 പ്രത്യേകമായിട്ടുള്ള സ്ഥാനം അവന് ലഭിക്കുകയാണ്. ഇത്രയും കാലം അവൻ ജഡത്തിലുള്ളവൻ, ജഡസ്വഭാവമുള്ളവൻ എന്നറിയപ്പെട്ടു എങ്കിൽ
രക്ഷിക്കപ്പെട്ട മാത്രയിൽ തന്നെ അവന് സംഭവിക്കുന്ന കാര്യം ഇവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ ആത്മസ്വഭാവമുള്ളവരത്രേ. ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത് യു ആർ നോട്ട് ഇൻ ദി ഫ്ലഷ് ബട്ട് ഇൻ ദി സ്പിരിറ്റ്. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തി ക്രിസ്തുവിലാകുകയാണ്. എന്നാൽ ഈ ഭാഗം നിങ്ങൾ പരിശോധിച്ചാൽ യു ആർ നോട്ട് ഇൻ ദ ഫ്ലഷ് ബട്ട് ഇൻ ദി സ്പിരിറ്റ്. അവൻ ആത്മാവിൽ ആകുകയാണ്. അവനൊരു പുതിയ ഒരു സ്ഥാനം, ഒരു പൊസിഷൻ ലഭിച്ചിരിക്കുകയാണ്. എവിടെയാണ് അവൻ്റെ സ്ഥാനം? അവൻ്റെ ഓറിയൻറ്റേഷൻ ജഡത്തിനുൾ ആയിരുന്നുവെങ്കിൽ ഇന്ന് മുതൽ ആ നിമിഷം മുതൽ അവൻ്റെ സ്വഭാവത്തിന് മാറ്റം സംഭവിക്കുകയാണ്, അവൻ്റെ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കുകയാണ്, ഒരു പുതിയ പൊസിഷൻ അവന് ലഭിക്കുകയാണ്. ഇത് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ പാകത്തിന് അവനെ പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തുകയാണ് വീണ്ടും ജനനത്തിലൂടെ സംഭവിക്കുന്നത്. വീണ്ടും ജനനം സംഭവിക്കാത്ത ഒരു വ്യക്തിക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനോ അല്ലെങ്കിൽ ദൈവവചനത്തിന് കീഴ്പ്പെടുവാനോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ കഴിവില്ലാത്തവനായിട്ടിരിക്കുമ്പോൾ, വീണ്ടും ജനനം സംഭവിച്ച വ്യക്തി ആത്മാവിൽ ആയിത്തീരുന്നത് കൊണ്ട്, ആത്മാവിൻ്റെ സാന്നിധ്യം അവൻ്റെ ഉള്ളതുകൊണ്ട്, ആത്മാവിൻ്റെ അധിവാസം, ഇവിടെ അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡത്തിനുള്ളവരല്ല, നിങ്ങൾ മരണത്തിനുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ ശത്രുക്കളായിരിക്കുന്നില്ല, പിന്നെയോ നിങ്ങൾ ആത്മാവിനുള്ളവരാണ്. യു ആർ ഇൻ ദി സ്പിരിറ്റ്. ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ ആത്മാവിനുള്ളവരായിരിക്കുകയാണ്. എന്തൊരു വലിയ രൂപാന്തരമാണ് ആ വ്യക്തിക്ക് സംഭവിക്കുന്നത്. ഒരു വ്യക്തി ഒന്നുകിൽ അവൻ ജഡത്തിനുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവൻ ആത്മാവിനുള്ളവനായിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാര്യം, ഇവിടെ അവന് ഒരു വലിയ ഒരു പൊസഷനുണ്ട്, ഒരു വലിയ അധിവാസത്തിനുടമയാണ്. എന്താ അധിവാസം ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല, പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഇൻഡ്വെല്ലിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധിവാസം ആ വ്യക്തിയിലുണ്ട്. ഇതൊരു വലിയ സത്യമാണ്. ഒരു വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു വലിയ സത്യമാണ്. ഇതിന് വലിയ പ്രസക്തിയുണ്ട് താൻ. കാരണം ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നത് കൊണ്ട് അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണം ഉറപ്പാക്കപ്പെടുകയാണ്. അവൻ്റെ ആത്മീക വളർച്ചയ്ക്കുള്ള സാധ്യതകൾ നൽകപ്പെടുകയാണ്. മാത്രമല്ല മറ്റനേക സാധ്യതകൾ അതുമുഖാന്തരം അവന് ലഭിക്കുന്നു. നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങളിൽ അത് പഠിക്കുന്നതായിരിക്കും. ആത്മാവിൻ്റെ അധിവാസം അവന് ലഭിക്കുന്നു. ഈ ഇൻഡ്വെല്ലിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ് അത് എങ്ങനെയാണ്, എപ്രകാരമാണ്? യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു കർത്താവ് താൻ തന്നെ ആത്മ അധിവാസത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ആ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? ലോകത്തിന് ലഭിപ്പാൻ കഴിയാത്ത ഒരാത്മാവിനെ നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുന്നില്ല, അവനെ അറിയുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവർ കാണുന്നില്ല, അവനെ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. എന്നാൽ ആർക്കാണോ അത് ലഭിക്കുന്നത്? നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിരിക്കുകയും ചെയ്തത് കൊണ്ട് അവനെ അറിയുന്നു. നോക്കണേ, വീണ്ടും ജനിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആത്മ അധിവാസം ഉണ്ട്. ഇവിടെ കർത്താവ് പറയുന്നതനുസരിച്ച് എന്താ? അവൻ നിങ്ങളോടുകൂടെ വസിക്കുന്നു, നിങ്ങളിലിരിക്കുന്നു. ഇതൊരു വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം ലോകത്തിന് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് അവനെ അറിയുവാനോ അവനെ അനുഭവിപ്പാനോ സാധ്യമല്ലാതിരിക്കുമ്പോൾ
രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിൽ അവൻ വസിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ നിങ്ങളിൽ ഇരിക്കുന്നു. മറ്റൊരു കാര്യം തൊട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്നത്, എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോവുകയും കയറി വരികയും ചെയ്യുന്ന ഒരു അധിവാസം അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ അധിവാസം, ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് വൺസ് ഹോം, ഒരു വ്യക്തിയുടെ ഭവനമാക്കി മാറ്റുക എന്നുള്ളതാണ്. ടു ഓക്കുപ്പൈ, ടു ലിവ് ഇൻ ആസ് എ പ്ലേസ് ഓഫ് റെസിഡൻസ്, അതിനെയാണ് അധിവാസം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ലോഡ്ജിൽ താമസിക്കുന്നത് പോലെയോ ഒരു താൽക്കാലികമായിട്ടൊരു സ്ഥലത്ത് വസിക്കുന്നത് പോലെ അല്ല. കൂടെ കൂടെ വരികയും പോവുകയും ചെയ്യാൻ, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത്, ഇതാണ് അധിവാസം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത് ആത്മ അധിവാസം അവനിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്, അല്ലേ? വീണ്ടും അതിൻ്റെ 20ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. ദർ ഇസ് എ മ്യൂച്വൽ ഇൻഡ്വെൽവിങ്. ഇവിടെ നോക്കിയോളൂ, പരസ്പര അധിവാസം. ഇത് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ സാധാരണ നിലയിൽ മനുഷ്യൻ ഭൗതിക ജീവി ആയതുകൊണ്ട് തന്നെ, അവൻ ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവനായതുകൊണ്ട് തന്നെ ഈ ഒരു അധിവാസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനോ ഉൾക്കൊള്ളുവാനോ സാധ്യമല്ല. അതിന് കാരണം എന്ന് പറയുന്നത്, ഭൗതികമായിട്ടുള്ള ഒരു അധിവാസം, ഒരു വ്യക്തിയുടെ അധിവാസം, മറ്റൊരു വ്യക്തി ഉള്ളിൽ വസിക്കുന്ന ഒരു അധിവാസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനേ ആകുകയില്ല. എന്നാൽ ദൈവം ആത്മാവാകയാൽ ആത്മാവിൻ്റെ അധിവാസം ഒരു വ്യക്തിയിൽ സാധ്യതമാണ്. നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് ഒരു പ്രത്യേക പരാമർശം നമുക്കവിടെ കാണാൻ സാധിക്കും. സിംഹാസനത്തിൻ്റെ ചുറ്റിലും അതിൻ്റെ നടുവിലും ഇരിക്കുന്ന ഒരുവനെക്കുറിച്ച്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ചുറ്റിലും ഇരിക്കുവാൻ സാധിക്കുക, അതേസമയം അതിൻ്റെ നടുവിലും ഇരിക്കുവാൻ കഴിയുക? മാനുഷികമായിട്ട് ഒരു വ്യക്തിക്ക് ഒരു സിംഹാസനത്തിൽ ഇരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ചുറ്റിലും ഇരിക്കുവാനും അതിൻ്റെ നടുവിലിരിക്കുവാനും ഭൗതികമായിട്ടുള്ള ഒരു വസ്തുവിന് സാധ്യമല്ല. എന്നാൽ ദൈവം ആത്മാവാകും. ദൈവം ആത്മാവാകും. അതുകൊണ്ട് ദൈവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അധിവാസത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്താണ് ആ അധിവാസം? ശ്രദ്ധിച്ചോളൂ, 20ാമത്തെ വാക്യത്തിൽ, ഞാൻ എൻ്റെ പിതാവിൽ, ഓക്കെ. പിന്നെ നിങ്ങൾ എന്നിൽ, രക്ഷിക്കപ്പെട്ടവരായ നാം ക്രിസ്തുവിൽ, പിന്നെ ഞാൻ നിങ്ങളിൽ. നോക്കണേ, യേശു കർത്താവ് പിതാവിൽ, പിന്നെ രക്ഷിക്കപ്പെട്ട നാം ക്രിസ്തുവിൽ, ക്രിസ്തു നമ്മിൽ. ഇത് എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും? മാനുഷികമായിട്ട് പരിമിതികൾ ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുന്നതാകയാൽ ഇത് ആത്മ അധിവാസത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കുവാൻ സാധിക്കും. ഇനി പുത്രൻ എങ്ങനെയാണ് പിതാവിൽ? ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതേ വാക്യത്തിലെ 2 പരാമർശങ്ങളുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, അല്ലേ? മറ്റൊന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവും ക്രിസ്തുവിൻ്റെ ആത്മാവും എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതെങ്ങനെ സാധിക്കും? അത് ദൈവം ആത്മാവാകിയാൽ അതിന് ബുദ്ധിമുട്ടുള്ളതല്ല. അപ്പോൾ 20ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് ആ മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഓക്കെ. ഇനി വീണ്ടും അതിൻ്റെ 23ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ആരാ ഈ ഞങ്ങൾ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വാക്യത്തിനകത്ത് എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? പിതാവും പുത്രനും, അല്ലേ? പിതാവും പുത്രനും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എങ്കിൽ ആരും അധിവസിക്കുന്നുണ്ട്? പുത്രൻ അധിവസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരധിവസിക്കുന്നുണ്ട്? പിതാവും അധിവസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യേശു കർത്താവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ പിതാവിനെ കൈക്കൊള്ളുന്നത് തന്നെയാണ്. യേശു കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് പിതാവിൽ വിശ്വസിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട്
ആ ആ ആ നിലയിൽ ആത്മ അധിവാസം എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് ഈ 9-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. അപ്പോൾ ഇതൊരു വലിയ ഒരു 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 കാര്യമാണ്, അവനെ വ്യത്യസ്തനാക്കുന്ന വലിയൊരു ഘടകമാണ്. രക്ഷിക്കപ്പെടാത്തവനിൽ നിന്നും രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയെ വ്യത്യസ്തനാക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് അവനിൽ ദൈവാത്മാവിൻ്റെ അധിവാസം ഉണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ന്റെ 4 നമുക്കറിയാവുന്ന ഭാഗം തന്നെയാണ്. അവിടെയും യേശു കർത്താവ് ഈ അധിവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 15-ന്റെ 4 എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അല്ലേ? ഗലാത്യ ലേഖനം 4-ന്റെ 6 ഗലാത്യ ലേഖനം 4-ന്റെ 6 അവിടെയും ഇതേ ഒരു പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 4-ന്റെ 6 നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നോക്കണേ, സ്വപുത്രൻ്റെ ആത്മാവിനെ. അതാരാ? മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. സ്വപുത്രൻ്റെ ആത്മാവ് അത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്, അത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകും. ദൈവാത്മാവിൻ്റെ അധിവാസം അല്ലെങ്കിൽ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, നാം ക്രിസ്തുവിലായിത്തീരുന്നു എന്നുള്ളത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ തികച്ചും വ്യത്യസ്തനാക്കുന്ന ഒരു പ്രത്യേകതയാണ്. നാം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ന്റെ 19 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ. അപ്പോൾ ഇത് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് ദൈവാത്മാവിൻ്റെ അധിവാസം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ ദൈവാത്മാവിൻ്റെ അധിവാസം ഉണ്ട്, അതില്ല എന്ന് പറയുന്നു എങ്കിൽ അവർ ക്രിസ്തുവിനുള്ളവനല്ല, അവർ രക്ഷിക്കപ്പെട്ടവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. രക്ഷിക്കപ്പെട്ട വ്യക്തിയിൽ ദൈവാത്മാവില്ലാത്ത ഒരു അനുഭവം വേദപുസ്തക പ്രകാരം അല്ലെങ്കിൽ ദൈവവചന പ്രകാരം അതിനോട് നിരക്കുന്ന ഒരു കാര്യമല്ല. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെയും ഇതേ ആശയം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. 13-ഉം 14-ഉം കൂടെ വായിക്കാം. എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. എന്താ? നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ്. പ്രിയമുള്ളവരെ, നാം രക്ഷിക്കപ്പെട്ടവർ എങ്കിൽ ആത്മ അധിവാസം ഉറപ്പായും ഉണ്ട്. അതിനകത്ത് സംശയത്തിൻ്റെ യാതൊരു കണികയും ആവശ്യം ഇല്ല. റോമാലേഖനം 8-ാം അധ്യായം അത് വിളിച്ചു പറയുന്ന ഒരു വലിയ സത്യമാണ്. അപ്പോൾ 2 കാര്യം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. 1, നാം ആത്മാവിലാവുന്നു. 2, ആത്മാവിൻ്റെ അധിവാസം നമ്മിൽ ഉണ്ട്. ഈ 2 കാര്യങ്ങൾ 9-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 10-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകും. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ, നോക്കണേ, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളിലുണ്ട് എങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകും. ശ്രദ്ധിച്ചോളണേ. ഇവിടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. എന്താ? 1, 2 തരത്തിലുള്ള മരണമുണ്ട്. ഒന്ന് ശാരീരികമായിട്ടുള്ള മരണമുണ്ട്, മറ്റൊന്ന് ആത്മീകമായിട്ടുള്ള മരണമുണ്ട്. ശ്രദ്ധിച്ചോണേ, ഒരു വ്യക്തിക്ക് 2 മരണമുണ്ട്. എന്താ കാരണം? ശാരീരികമായിട്ടുള്ള മരണവും ആത്മീയമായിട്ടുള്ള മരണം. രക്ഷിക്കപ്പെടാത്ത ഏതൊരു വ്യക്തിയും അവൻ ശാരീരിക മരണത്തിനും അതുപോലെ ആത്മീക മരണം അല്ലെങ്കിൽ 2-ാമത്തെ മരണത്തിനും. ആ 2-ാമത്തെ മരണം എന്ന് പറയുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് 2-ാമത്തെ മരണം, അത് നരകശിക്ഷയാണ്. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഏതൊരു വ്യക്തിക്കും ശാരീരികമായിട്ടുള്ള മരണവുമുണ്ട്,
ആത്മീയമായിട്ടുള്ള രണ്ടാമത്തെ മരണവും ഉണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. 10ാമത്തെ വാക്യത്തിൽ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടവനാണെങ്കിൽ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും. ദൈവമക്കൾക്ക് ശരീരത്തിന് എന്തുണ്ട്? ഒരു മരണം ഉണ്ട്. ഓക്കെ, ശരീരത്തിനൊരു മരണമുണ്ട്. അതിന് കാരണം എന്താ? പാപനിമിത്തം. പാപനിമിത്തം ഈ ശരീരം മരിക്കേണ്ടതെങ്കിലും ആത്മാവ്, അവൻ്റെ ആത്മാവ് എന്താ? നീതി നിമിത്തം ജീവനാകുന്നു. ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അവൻ്റെ ആത്മാവിന് എന്തുണ്ട്? നിത്യജീവൻ ഉണ്ട്. അവൻ്റെ ആത്മാവിന് എന്തില്ല? മരണം ഇല്ല. രണ്ടാം മരണം, ആത്മീക മരണം അവന് ഇല്ല. തീപ്പൊയ്കയിൽ അവനെ തള്ളിയിടുന്നില്ല. ഈ വാക്യത്തിൻ്റെ ആശയം മനസ്സിലായി കാണും എന്ന് കരുതുകയാണ്. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം എന്തിനുള്ളതാണ്? പാപനിമിത്തം മരണത്തിന് വിധേയമാണ്. ഓക്കെ, ഈ ശരീരത്തെ നിങ്ങൾ റിപ്പയർ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കേണ്ട. ഈ ശരീരം മരണത്തിന് വിധേയമാണ്. നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഏതൊരു മനുഷ്യനും ഉള്ള ഡെസ്റ്റിനിയെക്കുറിച്ച്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ അത് അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ന്യായവിധി എന്ന് പറയുന്നത് രണ്ടാമത്തെ മരണമാണ്. ശാരീരികമായിട്ടുള്ള ഒരു മരണവും അവനുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ ആത്മാവിനുള്ളവരെ, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം മരണത്തിന് വിധേയമാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ശാരീരിക മരണം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതിന് കാരണം എന്ന് പറയുന്നത് അവൻ്റെ ശരീരം എന്ന് പറയുന്നത് പാപം നിമിത്തം മരണത്തിന് വിധേയമാണ്. ഏദനിൽ ആദാം ഹവ്വമാർ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട്, അതിൻ്റെ പരിണിത ഫലമായിട്ടുള്ള ശാരീരിക ശിക്ഷ സകല മനുഷ്യർക്കും അത് ബാധ്യത, അത് സ്വാഭാവികമായിട്ട് ലഭ്യമാണ്. ഈ ശരീരം എന്താ? മരണത്തിന് വിധേയമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഫിസിക്കലായിട്ടുള്ള ശാരീരിക മരണത്തോടുള്ള ബന്ധത്തിൽ അത് സ്വാഭാവികം. നിങ്ങൾ 8ാം അധ്യായത്തിൽ തന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഞരക്കത്തെ കുറിച്ച് നോക്കണേ. ശരീരത്തിന് ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. അത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കുന്നതല്ല. പിന്നെയോ അതിനൊരു സമയം എന്തിരിക്കുന്നു? വേർതിരിച്ചിരിക്കുന്നു. ഒരു പ്രത്യേക സമയത്തിന് വരെ അത് കാത്തിരിക്കുന്നു. 23ാമത്തെ വാക്യം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം, ശ്രദ്ധിച്ചോടെ, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. എന്താ? ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഒരു പ്രത്യേക പദ്ധതിയാണ്, ദൈവിക പദ്ധതിയാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ വരവെങ്കിലാണ് അത് സംഭവിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, അപ്പോഴെന്താ സംഭവിക്കുന്നത്? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നോക്കണേ, രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർ മരിച്ചു പോയെങ്കിൽ കർത്താവിൻ്റെ വരവിങ്കൽ കാഹളനാദത്തിങ്കൽ സംഭവിക്കുന്നത് അവരുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ തേജസ്കരണം ആ നിമിഷം സംഭവിക്കുകയാണ്, ആ സമയത്തെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ പാപനിമിത്തം ശരീരത്തിൽ മരണത്തിന് വിധേയമാണെങ്കിൽ തന്നെയും ആത്മാവിൻ്റെ ജീവൻ ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു, നിത്യജീവൻ ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. ഇനി ശരീരം അങ്ങനെ ഉപേക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് പദ്ധതിയൊന്നുമില്ല. പിന്നെന്താ? ആ ശരീരത്തിന് ഒരു വീണ്ടെടുപ്പ് ഉണ്ട്. ആ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കർത്താവിൻ്റെ വരവിങ്കൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കുക. ഓക്കെ, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുക. അപ്പോൾ രൂപാന്തരപ്പെടുന്ന വേളയിൽ ഈ ശരീരത്തിന് എന്ത് സംഭവിക്കുകയാണ്? തേജസ്കരണം സംഭവിക്കുകയാണ്. അതിൻ്റെ കുറവുകൾ പരിഹരിക്കപ്പെടുകയാണ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം ആ സമയത്ത് പ്രാപിക്കുകയാണ്. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് മരിച്ചവർ പുനരുത്ഥാനം ചെയ്യുമ്പോഴോ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുമ്പോഴോ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് പൂർത്തിയാകുന്നു. അതിന് കാരണം എന്താണെന്ന് അറിയാമോ?
അതിന് കാരണം ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിന് കാരണം അത് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. ഓക്കെ, അപ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് നമ്മിൽ വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നീതീകരണം മാത്രമല്ല, അവൻ്റെ ശുദ്ധീകരണം മാത്രമല്ല, അവൻ്റെ തേജസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആത്മാവിനെ അടിസ്ഥാനമാക്കിയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയുക. ഇതേ അധ്യായത്തിൽ തന്നെ ആത്മാവിൻ്റെ റോളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നീതീകരണം ആത്മാവിനാലാണ്, ശുദ്ധീകരണം ആത്മാവിനാലാണ്, തേജസ്കരണം ആത്മാവിനാലാണ്. ആത്മാവിൻ്റെ റോൾ നമുക്ക് കാണാൻ സാധിക്കും. ശ്രദ്ധിച്ചോളൂ 10-ാമത്തെ വാക്യം. ഓക്കെ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ അധിവസിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ദൈവമക്കളായിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തി ഒരു വീണ്ടും ജന്മത്തിൻ്റെ അനുഭവത്തിലേക്ക് നടത്തി. അപ്പോൾ നീതീകരണത്തിൽ ആർക്ക് റോളുണ്ട്? പരിശുദ്ധാത്മാവിന് റോളുണ്ട്. ഇനി അതിൻ്റെ 13-ാമത്തെ വാക്യം, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക, അത് ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ, സാങ്ക്ടിഫിക്കേഷനോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് നമ്മെ ശുദ്ധീകരണത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇനി അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ എന്താ? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പോൾ പുനരുത്ഥാനത്തിലെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുന്നതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഏറ്റവും മുന്തിയ റോൾ ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുക. നാം 10-ാമത്തെ വാക്യത്തിലാണ് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കിക്കോളൂ, ശാരീരിക മരണം എന്ന് പറയുന്നത് സകല മനുഷ്യർക്കുമുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് എന്താ? അതിന് കാരണം പാപം നിമിത്തമാണ്. അതായത് ഈ പാപശരീരത്തിൽ ജനിച്ച സകല മനുഷ്യരും മരണത്തിന് വിധേയരാണ്. ആരും മരണത്തിന് അതീതര അല്ല. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യാശയ്ക്ക് വകയുള്ളത് അവൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ദൈവാത്മാവ് ഉറപ്പുവരുത്തുന്നുണ്ട്. മാത്രമല്ല അവൻ്റെ ആത്മാവിൻ്റെ നിത്യജീവനും ഉറപ്പാക്കപ്പെടുകയാണ്. എങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ആ വാക്യത്തിൽ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ ഉരുവാകുന്നത് തന്നെ പാപത്തിലാണ്. നമുക്കറിയാം, സങ്കീർത്തനയിൽ 51-ൻ്റെ 5-ാമത്തെ വാക്യത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് മരണം സംഭവിക്കുന്നത്? അതിന് കാരണം പാപം തന്നെയാണ്. എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ മരിക്കുന്നു? എന്തുകൊണ്ട് വൃദ്ധരായിട്ടുള്ളവർ മരിക്കുന്നു? ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലും മരണം കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് പാപം തന്നെയാണ്. അത് ശാരീരിക മരണം. എന്നാൽ രക്ഷിക്കപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു 2-ാമത്തെ മരണം അവരെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ അതിന് പാത്രീഭൂതരാകേണ്ടി വരും എന്നുള്ളത് വളരെ ഭീകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിച്ചു കഴിഞ്ഞു. അവരുടെ ശരീരം മരണത്തിന് വിധേയമാണെങ്കിൽ പോലും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിൻ്റെ വീണ്ടെടുപ്പ് ഉറപ്പാക്കിയിരിക്കുന്നു. നാം 11-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് ലഭ്യമായിരിക്കുന്ന ഒരു 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 പ്രത്യേക പദവി ആണ് എന്താ? ഹി വിൽ റേസ് അവർ മോർട്ടൽ ബോഡീസ് ബൈ ദി ഹോളി സ്പിരിറ്റ്. 11-ാമത്തെ വാക്യം. നമ്മുടെ നശ്വരമായിട്ടുള്ള, നാം കുരുതിലേഖനത്തിൽ അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്, ഈ ശരീരം എന്താ? അത് താൽക്കാലികമായിട്ടുള്ളതാണ്, അത് മർത്യമാണ്. പിന്നെ അത് എന്ന് പറയുന്നത് ബലഹീനമായിട്ടുള്ള ഒരു ശരീരമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ ഈ ശരീരത്തിൻ്റെ പ്രത്യേകതകളും പുനരുത്ഥാന ശരീരത്തിൻ്റെ പ്രത്യേകതകളും നാം അവിടെ വായിക്കുന്നുണ്ട്. അതൊന്ന് വായിച്ചിട്ട് ഈ ഭാഗത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും നല്ലതെന്ന് കരുതുന്നു. അതിൻ്റെ 40-ാമത്തെ വാക്യം മുതൽ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ന്റെ 40 മുതൽ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനം അവണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു.
ആത്മീക ശരീരം, ഓക്കെ, പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും 47-ാമത്തെ വാക്യത്തിൽ ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ അത് രണ്ടാം ആദാം ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അപ്പോൾ നാം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ, അതായത് ആദാമിൻ്റെ പ്രതിമ ധരിച്ചതുപോലെ 49-ാം വാക്യം സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. എന്താ സ്വർഗീയൻ്റെ പ്രതിമ? അമർത്യമായ ആത്മീകമായിട്ടുള്ള യേശു കർത്താവിൻ്റെ പുനരുത്ഥാന ശരീരം, അതിന് തത്തുല്യമായിട്ടുള്ള ഒരു ശരീരത്തിലേക്ക് മാറ്റപ്പെടും. നാം ഭൂമിയിൽ ജനിച്ചപ്പോൾ ഏത് പ്രതിമയാണ് ധരിച്ചത്? മണ്ണിൽ കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചു. അപ്പോൾ ഈ ശരീരം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമയാണ്. ശ്രദ്ധിച്ചോളൂ, ഈ ശരീരം നശ്വരമാണ്, മർത്യമാണ്, മരണത്തിന് വിധേയമാണ്. എന്നാൽ എന്താ, നാം സ്വർഗീയൻ്റെ തേജസ് ധരിക്കാൻ പോവുകയാണ്. അപ്പോൾ ക്രിസ്തുവിനുള്ളവർ, അല്ലെങ്കിൽ ഒടുക്കത്തെ ആദാമിനുള്ളവർ ആരുടെ പ്രതിമ ധരിക്കാൻ പോവുകയാണ്? ക്രിസ്തുവിൻ്റെ പ്രതിമ ധരിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ യേശു കർത്താവിൻ്റെ പ്രതിമ നാം ധരിക്കുവാൻ പോവുകയാണ്. ഇതാണ് പുനരുത്ഥാന ശരീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിക്കും? ദി സീക്രട്ട് ഓഫ് ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണത്തിൻ്റെ രഹസ്യം എന്താണ്? എങ്ങനെയാണ് മഹത്വീകരണം സംഭവിക്കുന്നത്? 11-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോളൂ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ഇവിടെ ഒരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായിട്ട് അവൻ എഴുന്നേറ്റിരിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ പുനരുത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ്, അത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നുവെങ്കിൽ, ആ ആത്മാവിൻ്റെ അധിവാസം നമ്മിലുണ്ട് എങ്കിൽ, ഇവിടെ ശ്രദ്ധിച്ചോളൂ, എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, നാം അതിലേക്ക് കടന്നു വരുന്നുണ്ട്, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ നിന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യം. ഒന്നാം, യേശു കർത്താവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ ആരാണ്? യേശു കർത്താവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ ആരാണ്? വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികളിൽ ആവർത്തിച്ച് വരുന്ന വാക്യങ്ങൾ നമുക്കുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2:24 ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവമാണ് യേശു കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 3:15 ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. 10:40 അതേ വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗലാത്യലേഖനം 1:1 വാക്യത്തിലേക്ക് കടന്നു വരിക. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗലാത്യലേഖനം 1:1 വാക്യത്തിൽ അവിടെ യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഓക്കെ, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ. അപ്പോൾ യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ ആരാണ്? പിതാവായ ദൈവം. ഈ വാക്യങ്ങളെല്ലാം, അനേക വാക്യങ്ങൾ ആ നിലയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ എന്താ യേശു കർത്താവ് തന്നെക്കുറിച്ച് പറയുന്നത്? എന്താ? ജീവൻ കൊടുക്കുവാനും അതിനെ തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരം ഉണ്ട്. അതായത് യേശു കർത്താവിൻ്റെ ജീവൻ കൊടുക്കുവാനും തിരികെ പ്രാപിക്കുവാനും യേശു കർത്താവിന് അധികാരമുണ്ട്. അതുകൊണ്ടാണ് ക്രൂശിൽ വെച്ചിട്ട് പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഈ ആത്മാവിനെ, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ജീവനെ ആരും കവർന്നെടുത്തതല്ല. ജീവൻ കൊടുക്കുവാനായിട്ട് അധികാരമുള്ളവൻ, മാത്രമല്ല അത് തിരികെ പ്രാപിപ്പാനും അധികാരമുള്ളവൻ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, ഈ മധുരപ്പൊളിപ്പിൽ ഞാൻ അതിനെ 3 നാൾ കൊണ്ട് പണിയും. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ പറയുന്നുണ്ട്, ഇത് അനേക വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു മന്ദിരമാണ്, ആലയമാണ്, നീ അത് 3 ദിവസം കൊണ്ട് പണിയുമെന്നോ?
തൊട്ട് താഴെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്താ, യേശു കർത്താവ് തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ചാകുന്നു ആ പ്രസ്താവന നടത്തിയത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 3 നാൾ കൊണ്ട് ഇതിനെ പണിയുവാനായിട്ട്, 3 നാളുകൾക്കകം അതിനെ പണിയുവാനായിട്ട് യേശു കർത്താവിന് കഴിയും. അപ്പോൾ യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ പിതാവായ ദൈവമാണ്. മാത്രമല്ല യേശു കർത്താവ് താൻ തന്നെ അതിന് കഴിവുള്ളവനാണ്, താൻ തന്നെ അതിന് കാരണക്കാരനാണ്. ഇനി പത്രോസിൻ്റെ 1 ലേഖനം 3:18 വാക്യത്തിൽ എന്താ പറയുന്നത്? 1 പത്രോസ് 3:18. അവിടെ നാം വായിക്കുന്നത്, ആരാണ് യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? 1 പത്രോസ് 3:18 എന്താ? ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ മരണശിക്ഷ ഏൽക്കുക മാത്രമല്ല, അവൻ ജീവിപ്പിക്കപ്പെട്ടത് ആത്മാവിലാണ്. ഇനി നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ എന്താ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. അപ്പോൾ ഇവിടെയും നമ്മൾ വായിക്കുന്നത് എന്താ, ദൈവാത്മാവാണ് യേശു കർത്താവിനെ ഉയർത്തുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? യേശു കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ പിതാവായ ദൈവമാണ്, പുത്രനായ ദൈവമാണ്, പരിശുദ്ധാത്മാവായ ദൈവമാണ്. ശ്രദ്ധിച്ചോളൂ. അങ്ങനെയാണ് എങ്കിൽ ആ പുനരുത്ഥാനത്തിൽ വലിയൊരു ശക്തി വ്യാപരിച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കടന്നു വരാം. യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ വ്യാപരിച്ച ശക്തിയുടെ വലുപ്പത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താണ് ആ ശക്തിയുടെ വലുപ്പം? എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പൗലോസിൻ്റെ പ്രാർത്ഥനയാണല്ലോ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. അതിൻ്റെ 19-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അപ്പം നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ അളവറ്റ വലിപ്പം, ആ അളവറ്റ വലിപ്പം എവിടെയും വ്യാപരിച്ചു? ക്രിസ്തുവിലും വ്യാപരിച്ചു. എന്തിനാണ് വ്യാപരിച്ചത്? അവൻ്റെ പുനരുദ്ധാനത്തിൽ. യേശു കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അത് ആരിൽ വ്യാപരിക്കുന്നു എന്നാണ് പറയുന്നത്? വിശ്വസിക്കുന്ന നമ്മിലും അത് വ്യാപരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധിവാസം ഉറപ്പാക്കുന്ന ഒരു കാര്യം എന്താ? അങ്ങ് വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പ്രിയമുള്ളവരെ, ഇത് എത്രയോ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു വസ്തുതയാണ്. നമ്മെ വിട്ട് മാറ്റപ്പെട്ട അനേകരുണ്ട്, ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ അനേകർ നാം പ്രതീക്ഷിക്കാത്ത നിലയിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അവരുടെ ശരീരം ഒരുപക്ഷെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ശവസംസ്കാര ശുശ്രൂഷകളൊന്നും ലഭിക്കുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അങ്ങനെ അടക്കപ്പെട്ട അനേകരുണ്ട്. ഈ കാലയളവിൽ മാത്രമല്ല, പീഡനത്തിൻ്റെ കാലയളവിലും അനേകർ തീപ്പന്തങ്ങളായിട്ട് തീർന്നു. അനേകർ മൃഗങ്ങൾക്ക് ഇരയായിട്ട് തീർന്നു. നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ അധിവസിക്കുന്നുവെങ്കിൽ, ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്തു ചെയ്യും? നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിശ്വാസികളുടെ പുനരുത്ഥാനത്തിൽ വലിയ പങ്കുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും റോളുണ്ടോ? 4-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്ര ഇട്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചോണേ,
വീണ്ടെടുപ്പ് നാളിനായിട്ട് നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വീണ്ടെടുപ്പ് ഏതാണ്? ശരീരത്തിൻ്റെ പുത്രത്വമായ വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് നാളിനായിട്ട് നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് എന്താ? നമുക്ക് മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്, ദൈവത്തിൻ്റെ വകയാണ്. അപ്പോൾ ഈ ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അല്ലെങ്കിൽ പുനരുത്ഥാനം പ്രാപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം ആർക്കാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്. വെറുതെ അല്ല ദൈവത്തിൻ്റെ അധിവാസം ദൈവമക്കളിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാമത്തെ വാക്യത്തിലും ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാമത്തെ വാക്യത്തിൽ എന്താ? ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആത്മാവിനെ അച്ചാരമായിട്ട്, ഓക്കെ, മുൻകൂറായിട്ട്, ഉറപ്പായിട്ട്, ഈടായിട്ട് നൽകിയിരിക്കുന്ന ദൈവം, അച്ചാരമായി നൽകിയിരിക്കുന്ന ദൈവം. എന്താ അഡ്വാൻസ്? അഡ്വാൻസ് എന്ന് പറയുന്നത് ഇനി പിന്നിൽ അതിൻ്റെ സമ്പൂർത്തീകരണത്തിൽ അതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് നടക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പായിട്ടാണ് അച്ചാരം കൊടുക്കുന്നത്, അഡ്വാൻസ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് നൽകിയിരിക്കുന്നത് നമ്മിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചിരിക്കുന്നു, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സാധിച്ചിരിക്കുന്നു. അത് സാങ്ക്ടിഫിക്കേഷനിലേക്കും മാത്രമല്ല അവൻ്റെ ഗ്ലോറിഫിക്കേഷനിലേക്കും പൂർത്തീകരിക്കപ്പെടും. അപ്പോൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നമ്മൾ എന്താ? ഭാരപ്പെട്ട് ഞരങ്ങുകയാണ്. 1-ാമത്തെ വാക്യം നമുക്കറിയാം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി സ്വർഗത്തിൽ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക്, ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഇതേത് കെട്ടിടമാണ്? കൈപ്പണിയല്ലാത്ത കെട്ടിടം, നിത്യഭവനമായ കെട്ടിടം. ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന ആ കെട്ടിടത്തെക്കുറിച്ചാണ് ഇത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ കൂടാരമായിട്ടുള്ള നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ നമ്മുടെ ശരീരം ആണ് ഈ ഭൗമഭവനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ താമസിക്കുന്ന വീട് പൊളിഞ്ഞു പോയാൽ എന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങളുടെ വീട് പോയാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഒരു കെട്ടിടം സ്വർഗത്തിൽ ദൈവം വയ്ക്കുന്നുണ്ട് എന്ന് സമാധാനിപ്പിക്കുന്ന വാക്യമല്ല ഇത്. പിന്നെന്താ? നിങ്ങളുടെ ഭൗമഭവനം ശരീരം അഴിഞ്ഞു പോയാൽ, പത്രോസ് തന്നെ പറയുന്നുണ്ടല്ലോ, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. ഈ ശരീരം അഴിഞ്ഞു പോയാൽ എന്ന് പറഞ്ഞാൽ ഞാൻ മരണപ്പെട്ടു പോയാൽ, ഞാൻ മരണത്തിന് വിധേയമായാൽ എന്താ? കൈപ്പണിയല്ലാത്ത ഒരു കെട്ടിടം, അത് ദൈവത്തിൻ്റെ ദാനമായിട്ട് ഒരു കെട്ടിടം സ്വർഗത്തിൽ ഉണ്ട് എന്നറിയുന്നു. അതിനുവേണ്ടി എന്നെ ഒരുക്കിയിരിക്കുന്നത് ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് തന്നുകൊണ്ട്, അഡ്വാൻസ് ആയിട്ട് തന്നുകൊണ്ട്, ഫുൾ പേയ്മെൻറ്റ് സെറ്റിൽഡ് ചെയ്യുമെന്നുള്ള ഉറപ്പാക്കി ആത്മാവിനെ തന്നിരിക്കുകയാണ്. ഈ ആത്മാവ് ഇടയ്ക്ക് വിട്ടുപോകുമെന്നോ നഷ്ടപ്പെട്ടു പോകുമെന്നോ ഇറങ്ങിപ്പോകുമെന്നോ വിചാരിക്കേണ്ടല്ല. ഇതാണ് ആ വ്യക്തിയെ വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകം. എന്തുകൊണ്ടാണ് ഈ ഡിസ്റ്റിങ്ഷൻ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിനുള്ളവൻ വേറെ, ക്രിസ്തുവിനില്ലാത്തവൻ വേറെ. രണ്ടും തമ്മിൽ കാതലായ വ്യത്യാസമുണ്ട്. അതവൻ്റെ മിടുക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ ആത്മാവിൻ്റെ അധിവാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവനെ വ്യത്യസ്തനാക്കുന്നത്. അവൻ ലഭിക്കുന്ന സകല, അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ലഭിക്കുന്ന സകല ആത്മീക അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വ്യത്യാസം തന്നെയാണ് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇവിടെ എൻ്റെ സമയം മുന്നോട്ട് പോവുകയാണല്ലോ. ഈ വാക്യത്തിൽ നമ്മുടെ പുനരുത്ഥാനത്തിൻ്റെ ഉറപ്പ്, നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. നമ്മുടെ ശരീരത്തെ, നമ്മുടെ നശിച്ചു പോകുന്ന മൺമയമായ ഈ ശരീരത്തെ വിൺമയമാക്കി സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കുന്ന നിലയിലേക്ക് നമ്മെ മാറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രത്യാശ നമുക്ക് മാത്രമുള്ളതാണ്. ഈ പ്രത്യാശ പുതിയൊരു ശരീരത്തിൻ്റെ, ആത്മീക ശരീരത്തിൻ്റെ പ്രത്യാശ ഇല്ല. ഇത് സകല വിശുദ്ധന്മാർക്കുമുള്ള പ്രത്യാശയാണ് ഈ പുനരുത്ഥാന ശരീരത്തിൻ്റെ
പ്രത്യാശ. വേദപുസ്തകത്തിൻ്റെ താളുകൾ എഴുതപ്പെടുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ഈ ഭക്തനായ ഇയ്യോബിനോട് ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുന്നത്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ച് പോയാൽ എന്താ ഞാൻ എന്തു ചെയ്യും? ദേഹസഹിതനായിട്ട് അവനെ കാണും. അന്യനല്ല, സ്വന്തം കണ്ണ് തന്നെ അവനെ കാണും. പ്രിയമുള്ളവരെ, ഇത് ഇയ്യോബിൻ്റെ പ്രത്യാശയാണ്. ഒരു പുനരുത്ഥാനത്തിൻ്റെ വലിയ പ്രത്യാശ ആർക്കുണ്ട്? പഴയ നിയമയിലെ വിശുദ്ധന്മാർക്കും ലഭ്യമാണ് എന്നുള്ളത് നാം തിരിച്ചറിയാം. ഇനി ദാവീദിനോട് ചോദിച്ചു നോക്കുക. ദാവീദ് പറയും ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ അവൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത് ഒരു നാളും സാധ്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അവനെൻ്റെ പ്രാണനെ എന്തു ചെയ്യും? മരണത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. ദാവീദിനും എന്തുണ്ട്? ഒരു പ്രത്യാശയുണ്ട്. ഇനി പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ നമ്മൾ എഹെസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ എഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ ഒരു ദർശനത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ആ ദർശനം എന്ന് പറയുന്നത് ഉണങ്ങിയ അസ്ഥികൾ ചിതറിക്കിടക്കുന്ന ഒരു താഴ്വര. ആ താഴ്വരയിൽ നിന്ന് അസ്ഥികളോട് പ്രവചിക്കുവാനായിട്ട് എഹെസ്കേൽ പ്രവാചകനോട് യഹോവയായ ദൈവം കൽപ്പിക്കുകയാണ്. അതിൻ്റെ ആശയം എന്ന് പറയുന്നത്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിൻ്റെ ആശയം എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ അവർക്ക് ഒരു ജീവനുണ്ടോ? അവർ വീണ്ടും ജീവിക്കുമോ എന്നുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ആശയമായിട്ട് വരുന്നത്. അതിൻ്റെ 37-ാം അധ്യായം, എഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആ ജീവൻ പ്രാപിക്കുന്ന പ്രക്രിയയെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒന്ന്, ദൈവത്തിൻ്റെ വാക്കിനാൽ, വചനത്താൽ അവർ ജീവൻ പ്രാപിക്കുകയാണ്. അല്ലേ? എൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവരോട് പറയണം, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. ഉണങ്ങിയ അസ്ഥികൾക്ക് ദൈവത്തിൻ്റെ വാക്കുകൊണ്ട്, അവൻ്റെ ഗംഭീരനാദത്തിങ്കൽ ദൈവത്തിൻ്റെ വാക്കിനാൽ അവർ ജീവിപ്പിക്കപ്പെടുകയാണ്. മാത്രമല്ല, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഓക്കെ, ഇതേ ആശയം തന്നെ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ അസ്ഥിത്താഴ്വരകളിൽ ജീവനുള്ളവരായിട്ട് ഈ അസ്ഥികളെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാനായിട്ട് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച് യെഹെസ്കേൽ പ്രവാചകന് ദർശനമുണ്ടാകും. ഇതിൻ്റെ ആത്മീക അർത്ഥം എന്ന് പറയുന്നത്, ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് ലഭിക്കുന്ന ആത്മീകരമായിട്ടുള്ള ഒരു വലിയ നവീകരണത്തിൻ്റെ ഒരു ആശയമാണ് അതിനകത്ത് നൽകുന്നതെങ്കിൽ തന്നെ, ഈ പ്രവാചകനോട് പറയുന്നത് ഈ അസ്ഥികളിലെ ശവങ്ങൾ എഴുന്നേൽക്കുവാനായിട്ട് പോകുകയാണ് എന്നുള്ളതാണ്. ലാസറിൻ്റെ കല്ലറയ്ക്ക് മുമ്പാകെ നിന്നുകൊണ്ട് മാർത്തയോട് സംസാരിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ആ ചർച്ചകൾ നടക്കുന്ന വേളയിൽ മാർത്ത പറയുന്നുണ്ട്, എന്താ? അവൻ പുനരുത്ഥാനം ചെയ്യും, അവൻ ജീവിക്കും. അപ്പോൾ യേശു കർത്താവിൻ്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യഹൂദന്മാർക്കും പുനരുത്ഥാനത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. മാർത്ത പറയുന്നത് എന്താ? ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ അറിയുന്നു, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം. എന്നാൽ യേശു കർത്താവ് അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. നോക്കണേ, യേശു കർത്താവ് അവളോട് പറയുന്നത്, ഞാൻ തന്നെയാകുന്നു പുനരുത്ഥാനം. പ്രിയ വിശ്വാസികളെ, ഈ രാത്രി സമയം ഈ വചനങ്ങളെ നാം വിചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ പ്രത്യാശ എത്ര ഉറപ്പുള്ള പ്രത്യാശയാണ്, അത് എത്ര നിശ്ചയമുള്ള പ്രത്യാശയാണ്. ഈ പ്രത്യാശ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മെ ഉറപ്പിക്കുന്ന, ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന ഒരു കാര്യം. ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ട് അച്ചാരമായിട്ട് അധിവാസം നൽകി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിവാസങ്ങളാക്കി നമ്മെ തീർത്തിരിക്കുന്നത് വെറുതെയല്ല. അതിൻ്റെ പിന്നിൽ നീതീകരണവും ശുദ്ധീകരണവും തേജസ്കരണവും ഒക്കെ ദൈവം വിഭാവനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വിശ്വാസിയിൽ അധിവസിക്കുന്നത്.
ആ ആത്മാവിനെ കൊണ്ട് കർത്താവിൻ്റെ വരവെങ്കിൽ എന്തു ചെയ്യും? നമ്മുടെ മർത്യ ശരീരങ്ങളെ അവൻ ജീവിപ്പിക്കും. ഇത് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ലഭ്യമാകുന്ന, ആത്മാവിനാൽ ലഭ്യമാകുന്ന അനേക പ്രത്യേകതകളും അനുഭവങ്ങളും തുടർന്നും ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൽക്കാലം ഇന്നത്തേക്ക് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്തത്. ഒന്ന് എന്ന് പറയുന്നത്, നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മെ ആക്കിയിരിക്കുന്നു. രണ്ടാമത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധിവാസം നമ്മിൽ നൽകപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, നമ്മെ പുനരുത്ഥാനത്തിൻ്റെ ഒരു വലിയ പൊൻപുലരിക്കായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ആവശ്യമുണ്ട്. ദൈവിക പദ്ധതിക്ക് നാം പങ്കാളികളായിട്ട് തീരുവാൻ ആവശ്യമുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടത്തുന്നതിലൂടെ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കുവാൻ ആവശ്യമുണ്ട്. മാത്രമല്ല, ഈ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നാം നമ്മുടെ ജീവിതങ്ങളിൽ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മളിലുണ്ട് എങ്കിൽ ആത്മാവ് വിട്ടുപോകില്ല, ആത്മാവ് നീങ്ങിപ്പോവുകയല്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ അവൻ ദുഃഖിക്കുന്നു എന്നുള്ളത് വലിയ ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. അവനെ അനുസരിച്ച് നടക്കുവാൻ, ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ഈ വചനത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വേണ്ടവണ്ണം പ്രാർത്ഥിക്കുവാൻ അറിയാതിരിക്കുമ്പോൾ, ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ അറിയാതിരിക്കുമ്പോൾ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുന്നുവെങ്കിൽ ആ ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടതല്ലയോ? ആത്മാവിന് കീഴ്പ്പെടേണ്ടതല്ലയോ? ആത്മാവിലൂടെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളിൽ നാം പങ്കാളികളാകേണ്ടതല്ലയോ? അങ്ങനെയാണെങ്കിൽ നാം നിശ്ചയമായിട്ടും ആത്മസ്വഭാവമുള്ളവരായിട്ട്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിട്ട്, ആത്മീകരായിട്ട് നമുക്ക് ജീവിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.